അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു റീസെൻ്റായി നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ജൂലൈ 1-ാം തീയതി നടന്നത്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാനാണല്ലേ. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസ്സാക്കി. എന്താ പറയുന്നത്? ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസ്സാക്കി. ഏത് വർഷം റൗലറ്റ് നിയമങ്ങൾ പാസ്സാക്കിയ വർഷം ഏതാ? 1919. 1919 എന്ത് പാസ്സാക്കിയത്? റൗലറ്റ് നിയമങ്ങൾ പാസ്സാക്കിയത്. പിന്നെ ഗദ്ദർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. ഏത് വർഷമാണ് സാൻ ഫ്രാൻസിസ്കോയിൽ ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത്? ഏത് വർഷം? 1913. 1913 എന്ത് സ്ഥാപിച്ചത്? ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത്. പിന്നെ എന്താ പറയുന്നത്? ആനി ബസന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. അത് ഏത് വർഷം? ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1916. പിന്നെ CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. അത് ഏത് വർഷം? 1923. അപ്പോൾ ഫസ്റ്റ് നടന്ന ഏതാ? 1913. 1913 നടന്ന് ഗദ്ദർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. അപ്പോൾ ബി ഇല്ലാത്തൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. പിന്നെന്താ? പിന്നെ നടന്നത് 16 ആനി ബസന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. അത് 1916. പിന്നെ നടന്ന ഏതാ? 1919 റൗലറ്റ് നിയമം. പിന്നെ ഏതാ? സ്വരാജ് പാർട്ടി 1923. അപ്പോൾ ഏതാ ആൻസർ? ഏതാ വരിക? ആൻസർ ഡി ആണ് കേട്ടോ വരിക. അപ്പോൾ അതിൻ്റെ വിശദീകരണം നോക്കാം. ഗദ്ദർ പാർട്ടി നമ്മൾ പറഞ്ഞു 1913 ലാല ഹർദയാൽ സ്ഥാപിച്ചു. എവിടെ സ്ഥാപിച്ചു? സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു കേട്ടോ, 1913. പിന്നെന്താ? ലാല ഹർദയാലും പറയുന്നുണ്ട്, മോഹൻ സിംഗും പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും നമ്മൾ കേട്ടിട്ടുള്ളത് ലാല ഹർദയാലാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഗദ്ദർ പാർട്ടി ആര് സ്ഥാപിച്ചു ചോദിച്ചാൽ ലാല ഹർദയാലാണ്. ഏത് വർഷം ചോദിച്ചാൽ 1913 എവിടെ ചോദിച്ചാൽ സാൻ ഫ്രാൻസിസ്കോയിൽ. അടുത്തത് ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനം ആരൊക്കെ തമ്മിലാണ്? ബാലഗംഗാധര തിലകും ആനി ബസന്റും തമ്മിൽ 1916 നമ്മൾ പറഞ്ഞു. പിന്നീട് റൗലറ്റ് നിയമം പാസ്സാക്കിയത് എന്നാൽ 1919. പിന്നെ സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. സ്വരാജ് പാർട്ടി രൂപീകരിച്ച എന്നാൽ 1923 ജനുവരി 1-ാം തീയതി. ആരൊക്കെ തമ്മിലാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും തമ്മിൽ കൂടിച്ചേർന്നു അല്ലേ. 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. ആരൊക്കെ തമ്മിലാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും തമ്മിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ശരിയായ ജോഡി കണ്ടെത്താനാണ് അല്ലേ. ഗദ്ദർ പാർട്ടി ആരാ? ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ഗദ്ദർ പാർട്ടി ആരാ? ലാല ഹർദയാൽ. അപ്പോൾ അത് ശരിയാണ്. ശരിയാണെങ്കിൽ നമുക്ക് അല്ലാത്ത ഓപ്ഷൻസ് എല്ലാം കട്ട് ചെയ്യാം. പിന്നെ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജയപ്രകാശ് നാരായണനാണോ? അത് തെറ്റാണ് അല്ലേ. ഇത് തെറ്റാണേ. യുഗാന്തർ പാർട്ടി അജിത് സിംഗ് ആണോ? ഇതും തെറ്റാണ് കേട്ടോ. അപ്പോൾ ആസാദ് ഹിന്ദ് ഫൗജ് ആരാ? സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസാണ് എന്ത് സ്ഥാപിച്ചത്? ആസാദ് ഹിന്ദ് ഫൗജ് സ്ഥാപിച്ചത്. അപ്പോൾ ഏതൊക്കെ ആൻസർ വരിക? എയും ഡി ആണ് കേട്ടോ. ആൻസർ ആയിട്ട് വരുന്നത് എയും ഡിയും ആണേ. അപ്പോൾ ഗദ്ദർ പാർട്ടി നമ്മൾ പറഞ്ഞു ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ സാൻ ഫ്രാൻസിസ്കോയിൽ വർഷം ചോദിച്ചു. പിന്നെ അവർ സ്ഥാപിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു. ഗദ്ദർ പാർട്ടി ലാല ഹർദയാലാണ്. ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ തെറ്റായ ഓപ്ഷൻസ് നമുക്ക് നോക്കി നോക്കാം. ഗദ്ദർ പാർട്ടി നമ്മൾ പറഞ്ഞു ലാല ഹർദയാലാണ്. പിന്നെ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് തെറ്റാവാൻ കാരണം എന്താ? അത് ആര് സ്ഥാപിച്ച? സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ആരാ സ്ഥാപിച്ചത്? സുഭാഷ് ചന്ദ്രബോസ് ആണ് സ്ഥാപിച്ചത്. പിന്നെ യുഗാന്തർ പാർട്ടി ആരാ സ്ഥാപിച്ചത്? ബരീന്ദ്ര കുമാർ ഘോഷ്, ജിതേന്ദ്രനാഥ് മുഖർജി. പക്ഷേ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ബരീന്ദ്ര കുമാർ ഘോഷിന്റെ പേരാണ്. അപ്പോൾ യുഗാന്തർ പാർട്ടി സ്ഥാപിച്ചത് ആരാ? ബരീന്ദ്ര കുമാർ ഘോഷ് കേട്ടോ. യുഗാന്തർ പാർട്ടി ബരീന്ദ്ര കുമാർ ഘോഷാണ്. ജതീന്ദ്രനാഥ് മുഖർജി ഉണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ബരീന്ദ്ര കുമാർ ഘോഷാണ്. യുഗാന്തർ പാർട്ടി ബരീന്ദ്ര കുമാർ ഘോഷാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് പറഞ്ഞു. അതേപോലെ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കും ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ശരിയായ രണ്ട് പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്താനാണ് അല്ലേ. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. അത് ശരിയാണോ? അത് ശരിയാണല്ലേ. നാഷണൽ ഹെറാൾഡ് ആരുടെ പത്രമാണ്? നെഹ്റുവിൻ്റെ പത്രമാണ്. നവജീവൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണോ? ആണോ? അല്ല, അത് തെറ്റാണ്. ആനി ബസന്റ് പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. അത് ശരിയാണല്ലേ. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആനി ബസന്റ് പത്രമാണ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്നത്. സംവാദ കൗമുദി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആണോ? അല്ല അല്ലേ. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ഏതൊക്കെ ശരി? ആൻസർ ബി ആട്ടോ. എയും ശരിയാണ്.
സിയും ശരിയാണ്. അതായത് നാഷണൽ ഹെറാൾഡ് ആരുടെ പത്രമാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ് നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്നത്. ആനി ബസിൻ്റെ പത്രമാണ് ന്യൂ ഇന്ത്യ. അതേപോലെ കോമൺവെൽത്ത് കോമൺ ആയിട്ട് നമ്മൾ കേട്ടല്ലേ, ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആരുടെ പത്രമാണ്? ആനി ബസിൻ്റെ പത്രമാണ്. അപ്പോൾ ഇതെന്താ തെറ്റാൻ കാരണം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എയും ശരിയാണ്, സിയും ശരിയാണെന്ന് പറഞ്ഞു. ബി എന്താ തെറ്റാൻ കാരണം? നവജീവൻ ആരുടെ പത്രമാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണോ? ആരുടെ പത്രം? ഗാന്ധിജിയുടെ പത്രമല്ലേ നവജീവൻ. അപ്പം നവജീവൻ എന്ന് പറയുന്ന ആരുടെ പത്രമാണ്? മഹാത്മാഗാന്ധിയുടെ പത്രം കേട്ടോ. മഹാത്മാഗാന്ധിയുടെ പത്രമാണ് നവജീവൻ എന്ന് പറയുന്നത്. അതേപോലെ സംവാദ് കൗമുദി ആരുടെ പത്രം? രാജാറാം മോഹൻ റോയുടെ പത്രമാണ് അല്ലേ. രാജാറാം മോഹൻ റോയുടെ പത്രമാണ് സംവാദ് കൗമുദി കേട്ടോ. സംവാദ് കൗമുദി ആരുടെ പത്രമാണ്? രാജാറാം മോഹൻ റോയുടെ പത്രമാണ്. അതേപോലെ ആനി ബസിൻ്റെ പത്രമാണ് ന്യൂ ഇന്ത്യ എന്ന് പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ പത്രമാണ് നവജീവൻ എന്ന് പറഞ്ഞു. നാഷണൽ ഹെറാൾഡ് ആരുടെ പത്രമാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അത് ശരിയാണോ? മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അല്ലേ മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എ അല്ലാത്തൊക്കെ കട്ട് ചെയ്യാം. അല്ല സോറി, എ ഉള്ളതൊക്കെ കട്ട് ചെയ്യാം. തെറ്റായതാണല്ലോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിയുള്ളത് കട്ട് ചെയ്യാം. പിന്നെന്താ? ഒന്നുമില്ലെങ്കിൽ ബി തെറ്റാണ്, അല്ലെങ്കിൽ ഡി തെറ്റാണ്, അല്ലെങ്കിൽ സി തെറ്റാണ് അല്ലേ. അപ്പോൾ അൽ അമൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ്. അത് ശരിയാണോ? അത് തെറ്റാണ് അല്ലേ. തെറ്റാണ്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി ബി ആണെന്നുള്ളത്. കാരണം ഈ സിയിൽ ബി ഇല്ല. പിന്നെ എന്താണ്? സിയും തെറ്റാണ് അല്ലേ. സിയും തെറ്റാണ്. അപ്പോൾ നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല, അത് തെറ്റാണെന്ന് മനസ്സിലായി. പിന്നെ എന്താ പറയുന്നത്? ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ കൃതിയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ കൃതിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ശരി? എയും ശരിയാണ്, ഡിയും ശരിയാണ് അല്ലേ. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ കൃതിയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ കൃതിയാണ്. അപ്പോൾ ബാക്കി ഓപ്ഷൻ എന്താ തെറ്റിയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചാണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ജനിച്ച വർഷമാണ് 1888 നവംബർ 11 ആര് ജനിച്ചത്? മൗലാന അബ്ദുൽ കലാം ആസാദ് ജനിച്ചത് അല്ലേ. പിന്നെ എന്താ പറയുന്നത്? അൽ ഹിലാൽ അൽ ബഖാഖ് എന്ന് ആരുടെ പത്രമാണ്? അതാണ് ആരുടെ പത്രം? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ്. എന്ത്? അൽ ഹിലാലും അൽ ബലാഗ് കേട്ടോ. അൽ ഹിലാൽ എന്ന് പറയുന്നതും അൽ ബലാഗ് എന്ന് പറയുന്നതാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രം എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? പിന്നെ ഭാരതരത്നം കിട്ടിയ വർഷം ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഏത് വർഷത്തിലാണ് കിട്ടിയത് ഭാരതരത്നം? മരണാന്തര ബഹുമതിയായിട്ട് രാജ്യം ഭാരതരത്നം സമ്മാനിച്ചത് 1992 കേട്ടോ. 1992 ആർക്ക് ഭാരതരത്നം കിട്ടിയത്? മൗലാന അബ്ദുൽ കലാം ആസാദിന് ഭാരതരത്നം കിട്ടിയിട്ടുള്ളത്. പിന്നെ അതേപോലെ പറഞ്ഞു മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത്. അതേപോലെ ഭാരതരത്നം കിട്ടിയ വർഷം ഏതാ? 1992 പറഞ്ഞു. അതേപോലെ അദ്ദേഹത്തിൻ്റെ പത്രം ഏതൊക്കെയാണ്? അൽ ഹിലാലും അൽ ബലാഗും കേട്ടോ. അൽ ഹിലാൽ അൽ ബലാഗ് അദ്ദേഹത്തിൻ്റെ പത്രമാണ്. അതേപോലെ അദ്ദേഹം ജനിച്ച വർഷം 1888 നവംബർ 11 ആര് ജനിച്ചത്? മൗലാന അബ്ദുൽ കലാം ആസാദ് ജനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ്? ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം എന്താ? ഓൾ ഇന്ത്യ കിസാൻ സഭ ഏത് വർഷം? 1936 കേട്ടോ. 1936 എന്തുണ്ടായത്? ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം 1936. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത വർഷം ഏതാ? സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത വർഷം ഏതാ? 1943 കേട്ടോ. 1943 പിന്നീട് എന്താ? റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തിയ വർഷം. എന്നാ നാവിക കലാപം നടത്തിയ വർഷം? 1946 കേട്ടോ. 1946 നാവിക കലാപം ഉണ്ടായത്. പിന്നീട് എന്താ? ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം. അതെന്നാ? 1930 അല്ലേ. 1930 അപ്പോൾ ഏതാണ് ഫസ്റ്റ് നടന്ന ഏതാ? 1930 അല്ലേ. അതായത് ഡി ആണ് ഫസ്റ്റ്. അപ്പോൾ ഈ ഓപ്ഷനെല്ലാം കട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ ഡി ആണെന്നുള്ളത്. കാരണം 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അത് കഴിഞ്ഞിട്ടാണ് ഓൾ ഇന്ത്യ കിസാൻ സഭ 1936. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ആരെ ഏറ്റെടുത്തു? സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. ഏത് വർഷം? 1943. പിന്നീട് എന്താ? നാവിക കലാപം ഉണ്ടായി 1946 അല്ലേ.
അപ്പോൾ എന്തൊക്കെ ഉണ്ടായത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാ? 1930 അല്ലേ. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം 1936. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്ത വർഷം ഏതാ? 1943 അല്ലേ. പിന്നെ റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപമൊക്കെ നടത്തി. ആ വർഷം ഏതാ? നാവിക കലാപം നടത്തിയ വർഷം 1946. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2025 ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പം ആൻസർ ഡി ആണ് ആൻസർ കേട്ടോ. എന്തുകൊണ്ടാണ് ആൻസർ ഇല്ലാത്തത്? ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ആൻസർ ഇല്ലാത്തത്. കാരണം 18ാം ലോകസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പദവി എന്ത് ചെയ്യാണ്? ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ആരുമില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 93 അനുസരിച്ചാണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. പക്ഷേ ഇതുവരെ ആരും തെരഞ്ഞെടുത്തിട്ടൊന്നുമില്ല. അതിനാൽ തന്നെ എന്ത് ചെയ്യാണ്? അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. അതാണ് പറയുന്ന ആർട്ടിക്കിൾ 93 പ്രകാരമാണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. പക്ഷേ തൽക്കാലം ഇപ്പോൾ ആ സീറ്റ് എന്ത് ചെയ്യാണ്? ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ആരും ഇല്ല. അപ്പോൾ നമ്മുടെ എത്രാമത്തെ ലോകസഭയാണ്? 18ാം ലോകസഭയാണ് കേട്ടോ. 7ാമത്തെ ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു കൺഫ്യൂഷനായിട്ട് കിടക്കണം. കാരണം പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം അവർ ഡി ആണ് കൊടുത്തിട്ടുള്ളത്. ആൻസർ ഡി ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻസർ എ വരാനാണ് ചാൻസ്. ഇനി ഫൈനൽ ആൻസർ കീയിൽ അവർ മാറ്റുമെന്ന് അറിയില്ല. കാരണം ഡിയിൽ എന്താ പറയുന്നത്? സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണമാണ്. അത് അടിയന്തര പ്രധാന വെല്ലുവിളിയൊന്നും അല്ലല്ലോ. ഇവിടെ പ്രധാനമായിട്ട് ഇതാ എന്ത് പറയുന്നത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ. അതെന്തായാലും ഒരു പ്രധാന വെല്ലുവിളിയാണ്. അപ്പോൾ പിന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്നത് അതും വലിയൊരു വെല്ലുവിളിയായിരുന്നു അല്ലേ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയാണ്. പിന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നവീകരണം, അതും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നേരിട്ടൊരു വെല്ലുവിളിയാണ്. പക്ഷേ പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസർ ഡി ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതവർ മാറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ കോമൺ സെൻസ് വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിലും ABC തന്നെ വരികയുള്ളൂ. കാരണം സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം എന്നൊക്കെ പറയുന്നത് പിന്നെ ഉള്ള കാര്യമായിട്ടാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഏതാ ലക്ഷ്യങ്ങൾ? 8B ആണ് കേട്ടോ. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണമാണ് കേട്ടോ. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണമാണ് എന്ത്? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്നാണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. അപ്പോൾ നമ്മൾ പറഞ്ഞു 9ാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണമാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാലാവധി എന്നാ? ഏത് വർഷം മുതൽ ഏത് വർഷം വരെ? 1997 മുതൽ 2002 വരെയാണ്. 1997 മുതൽ 2002 വരെയാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1997 മുതൽ 2002 വരെയുള്ള ആ കാലയളവിലാണ് എന്ത് വൻതോതിൽ നടപ്പിലാക്കിയത്? ജനകീയ ആസൂത്രണം എന്ന സംവിധാനമൊക്കെ കൂടുതൽ ജനകീയമായതും വൻതോതിൽ നടപ്പിലാക്കിയ കാലയളവുമാണ് 1997 മുതൽ 2002 വരെയുള്ള 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്. പിന്നെ മറ്റ് ഓപ്ഷൻസ് നോക്കാം. 6ാം പഞ്ചവത്സര പദ്ധതി 6ാം പദ്ധതിയുടെയും 8ാം പദ്ധതിയുടെയും ഭാഗമായിരുന്ന ഏതാ? ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ 6ാം പഞ്ചവത്സര പദ്ധതി അതേപോലെ 8ലേക്കൊക്കെ എത്തിയവർക്ക് എന്താ കുറച്ചും കൂടി നമ്മൾ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി എന്താ വേണ്ടത്? ആധുനികവൽക്കരണം, അതേപോലെ കൂടുതൽ തൊഴിലവസരങ്ങളിലേക്ക് പോവുക. അതാണ് 6ന്റെയും 8ന്റെയൊക്കെ ഭാഗമായിരുന്നത്. പിന്നെ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? മാനവശേഷി വികസനം കേട്ടോ. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? മാനവശേഷി വികസനം. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളൊന്ന് വേഗം ഓടിച്ചിട്ട് പോകാം. കാരണം എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ 1ാം പദ്ധതി എന്ന് പറയുന്നത് 51 മുതൽ 56 വരെയാണ്. മുൻഗണന നൽകിയത് എന്തിനാണ്? കൃഷിക്കായിരുന്നു അല്ലേ. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. അതേപോലെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി തുടങ്ങിയ പ്രമുഖ നദീതട പദ്ധതികളൊക്കെ ആരംഭിച്ച ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. കൃഷിക്കാണ് മുൻഗണന നൽകുന്നത്. ഹരോൾഡ് ഡോമർ മാതൃകയാണ്. പിന്നീട് 2ാം പഞ്ചവത്സര പദ്ധതി 56 മുതൽ 61 വരെ അല്ലേ. 56 to 61 എന്തിനാ മുൻഗണന നൽകിയിരുന്നത്? വൻകിട വ്യവസായത്തിനാണ് അല്ലേ. PC മഹൽനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന ഏതാ? 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതേപോലെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു?
ബിലൈ, റൂർക്കേല, ദുർഗാപൂർ, ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതികൾ വൻകിട പദ്ധതികളൊക്കെ നടപ്പിലാക്കിയത് ബിലായി, റൂർക്കേല, ദുർഗാപൂർ തുടങ്ങിയ വ്യവസായശാലകളൊക്കെ ഉണ്ടായത് ഏത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഏത് 61 മുതൽ 66 വരെ അല്ലേ. 1961 മുതൽ 66 വരെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഗാഡ്ഗിൽ യോജന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ. അതായത് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഒരു പാളിയ പദ്ധതിയായിരുന്നു അല്ലേ. പരാജയപ്പെടാൻ കാരണം എന്താണ്? 1962 ഇന്ത്യ ചൈന യുദ്ധം അല്ലേ. 1962 ഇന്ത്യ ചൈന യുദ്ധം കാരണം, പിന്നെ അതേപോലെ 1965 ഇന്ത്യ പാക് യുദ്ധം, കടുത്ത വരൾച്ച, ഇതെല്ലാം മൂന്നാം പഞ്ചവത്സര പദ്ധതി പിന്നെ പരാജയപ്പെടാൻ കാരണമായിട്ടുണ്ട്. ഏതൊക്കെയാണ്? 62 ഇന്ത്യ ചൈന യുദ്ധം, 65 ഇന്ത്യ പാക് യുദ്ധം, കടുത്ത വരൾച്ചയും. കാരണം എന്തായി? മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന 1961 മുതൽ 66 വരെ നീണ്ടുനിന്ന പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. പിന്നീട് എന്താ? പ്ലാൻ ഹോളിഡേ ആണ് അല്ലേ. പ്ലാൻ ഹോളിഡേ എന്ന വർഷം 1966 മുതൽ 69 വരെ അല്ലേ. 66 to 69 വരെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത് അല്ലേ. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്നാണ് എന്തുണ്ടായത്? പ്ലാൻ ഹോളിഡേ ഉണ്ടായതെന്ന് പറഞ്ഞു. ഈ സമയത്താണ് എന്തുണ്ടായത്? ഹരിത വിപ്ലവം ഉണ്ടായത് അല്ലേ. ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്തേതാ? ഈ പ്ലാൻ ഹോളിഡേ സമയത്താണ്. അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞു, അത് പരാജയപ്പെട്ടിട്ടൊക്കെ പിന്നെ പ്ലാൻ ഹോളിഡേ വന്നു. ആ സമയത്താണ് എന്ത് തുടങ്ങിയത്? ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ ആരംഭിച്ചത്. പിന്നീട് എന്താ പറയുന്നത്? നാലാം പദ്ധതി എന്ന് പറയുന്നത് 1969 മുതൽ 74 വരെ അല്ലേ. 69 മുതൽ 74 വരെ ആയിരുന്നു. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സ്വയം പര്യാപ്തത അല്ലേ. സ്വയം പര്യാപ്തതയായിരുന്നു എന്ത് ലക്ഷ്യം? നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം അല്ലേ. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ആരാ ദേശസാൽക്കരിച്ചത്? ഇന്ദിരാഗാന്ധിയാണ് അല്ലേ. ഇന്ദിരാഗാന്ധിയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധിയായിരുന്നു. അദ്ദേഹം തന്നെയാണ്, ആ പ്രധാനമന്ത്രി തന്നെയാണ് എന്ത് ബാങ്കുകളിൽ ദേശസാൽക്കരിച്ചു കേട്ടോ. 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഇന്ത്യയുടെ ആദ്യ അണു പരീക്ഷണമായ സ്മൈലിംഗ് ബുദ്ധ 1974 ഇന്ത്യയുടെ ആദ്യ അണുപരീക്ഷണമാണ് സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്നത്. അതായത് 1974 അത് പരീക്ഷിച്ചത്. ഈ സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്നത് ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് കേട്ടോ. ബുദ്ധൻ ചിരിക്കുന്നു എന്നുള്ള പദ്ധതി എന്നായിരുന്നു? 1974 അല്ലേ. പിന്നീട് എന്താ? അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഏതാ കാലയളവ്? 74 മുതൽ 79 വരെയാണ് അല്ലേ. അതിൻ്റെ പ്രധാന പ്രത്യേകത എന്താണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ഗരീബി ഹഠാവോ അല്ലെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 74 മുതൽ 79 വരെ ആയിരുന്നു. അതും ആരാണ്? ഗരീബി ഹഠാവോ ഒക്കെ ആരാ ചെയ്തത്? ഇന്ദിരാഗാന്ധി തന്നെ ആയിരുന്നു അല്ലേ. ആ സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. പിന്നീട് എന്തായി? ജനതാ സർക്കാർ വന്നു അല്ലേ 78. അതായത് ഈ പദ്ധതി തുടരാൻ പറ്റുമോ? ഇല്ല. അപ്പോഴത്തേക്കും ആര് വന്നു? ജനതാ പാർട്ടി വന്നു. 1978 ജനതാ പാർട്ടി വന്നു. അതോടുകൂടി എന്തായി? ഈ പദ്ധതി, അതായത് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന സംഭവം നിർത്തലാക്കി. പിന്നീട് ജനതാ പാർട്ടിയുടെ സംഭവങ്ങളാണ് അവരുടെ കൊണ്ടുവന്നിട്ടുള്ളത്. റോളിംഗ് പ്ലാൻ എന്നൊക്കെ പറയുന്നത് ആരുടെയാണ്? ഈ ജനതാ പാർട്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. റോളിംഗ് പ്ലാനിൻ്റെ കാലയളവ് എന്നാ? 78 മുതൽ 80 വരെ കേട്ടോ. 2 വർഷമാണ്. 78 മുതൽ 80 വരെ. അഞ്ചാം പദ്ധതിക്ക് ശേഷം ആരാ വന്നത്? ജനതാ ഗവൺമെൻറ് വന്നു എന്ന് പറഞ്ഞു. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് റോളിംഗ് പ്ലാന് നടപ്പിലാക്കിയത്. പിന്നീട് എന്താ പറയുന്നത്? ആറാം പഞ്ചവത്സര പദ്ധതി 80 to 85 ആണ് ആറാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. പിന്നെ ജനതാ ഗവൺമെൻറ് അതോടുകൂടി നിന്നിട്ടോ. വീണ്ടും ആര് വന്നു? മറ്റേ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വീണ്ടും വന്നു. അപ്പോൾ ആ പദ്ധതിയിൽ എന്തൊക്കെയാണ് നടപ്പിലാക്കിയത്? നബാർഡ് സ്ഥാപിതമായി അല്ലേ. നബാർഡ് 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമായി. പിന്നീട് എന്താ സംഭവിച്ചത്? 6 ബാങ്കുകൾ കൂടി ദേശസാൽക്കരിച്ചു അല്ലേ. അതായത് 14 ബാങ്കുകൾ നമ്മൾ ദേശസാൽക്കരിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് 6 ബാങ്കുകൾ കൂടി 1980 ദേശസാൽക്കരിച്ചു. നബാർഡ് വന്ന വർഷം 1982 ജൂലൈ 12. ഇതെല്ലാം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 6 ബാങ്ക് 6ആം പഞ്ചവത്സര പദ്ധതി. പിന്നെ അതേപോലെ നബാർഡ് 6ആം പഞ്ചവത്സര പദ്ധതി. പിന്നീട് 7ആം പഞ്ചവത്സര പദ്ധതി ഏതാ വർഷം? 85 മുതൽ 90 വരെ കേട്ടോ. 7ആം പഞ്ചവത്സര പദ്ധതി 85 മുതൽ 90 വരെയാണ്. അതിലെന്താ പറയുന്നത്?
മുദ്രാവാക്യം എന്തായിരുന്നു? ഭക്ഷണം, ജോലി, ഉൽപ്പാദനക്ഷമത, ഫുഡ്, വർക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതായത് 7ാം പഞ്ചവത്സര പദ്ധതി എത്തിയപ്പോഴേക്കും ഭക്ഷണം, ജോലി, ഉൽപ്പാദനക്ഷമത എന്നുള്ള മുദ്രാവാക്യമൊക്കെ ഏതിലായിരുന്നു? 7ാം പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു. പിന്നെ പ്രധാന നേട്ടം എന്താണ്? ജവഹർലാൽ റോസ്ഗാർ യോജന, JRY നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ JRY ആരംഭിച്ചത് 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 85 മുതൽ 90 വരെയാണ് കേട്ടോ. 85 മുതൽ 90 വരെയാണ് പിന്നെ 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ആ പദ്ധതി കാലയളവിലാണ് ജവഹർലാൽ റോസ്ഗാർ യോജന ആരംഭിച്ചത്. പിന്നീട് നമ്മൾ 8ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് കടക്കുകയാണ് അല്ലേ? 1992 മുതൽ 97 വരെ. 1992 മുതൽ 97 വരെ ആയിരുന്നു. അതിൻ്റെ മുഖ്യ ലക്ഷ്യം എന്തായിരുന്നു? മനുഷ്യ വിഭവശേഷി വികസനം അല്ലേ? മനുഷ്യ വിഭവശേഷി വികസനം. പിന്നെ ഈ 90 മുതൽ 92 വീണ്ടും ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ കൊടുത്തിട്ടില്ല. അവിടെ ഈ ഗ്യാപ്പ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മൾ ഒരുപാട് പ്രതിസന്ധിയിലേക്ക് പോയൊരു വർഷമാണ് അല്ലേ? 1991 എന്ന് പറയുന്നത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടൊരു വർഷമാണ്. അവിടെയാണ് അപ്പോഴൊക്കെയാണ് നമ്മൾ സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത് ആ ഒരു കാലയളവിലാണ് അല്ലേ? അപ്പോൾ ആ ഒരു കാലയളവൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 92 മുതൽ 97 വരെ 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതിലെന്താ മുൻഗണന നൽകിയിരുന്നത്? മനുഷ്യ വിഭവശേഷി വികസനം കേട്ടോ. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിലിലൊക്കെയുള്ള മനുഷ്യ വിഭവശേഷി വികസനത്തിനാണ് 8ാം പഞ്ചവത്സര പദ്ധതി മുൻഗണന നൽകിയിരുന്നത്. പിന്നെന്താ? അപ്പോൾ ഈ ഒരു കാലയളവിലാണ് നമ്മൾ പറഞ്ഞു ഇന്ത്യ 91 ആ കാലയളവിൽ നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിട്ടു. പിന്നീട് ഈ ഒരു കാലയളവിലാണ് ഇന്ത്യ പുതിയ സാമ്പത്തിക നയങ്ങളൊക്കെ രൂപീകരിച്ചത്. അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നൊക്കെ പറയുന്ന പദ്ധതികളൊക്കെ രൂപീകരിച്ചത് LPG റിഫോംസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? പിന്നെന്താ? 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് എന്നാ? 1997 മുതൽ 2002 വരെ അല്ലേ? അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? പിന്നെ സാമൂഹിക നീതിയും സമത്വത്തോടും കൂടിയ വളർച്ചയാണ്. അതായത് ജനകീയാസൂത്രണമൊക്കെ കൊണ്ടുവന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയിലാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പം നേരത്തെ ക്വസ്റ്റ്യനിൽ ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു? മാനവശേഷി വികസനവും വികേന്ദ്രികാസൂത്രണവും ഒക്കെ അല്ലേ? അത് കണ്ട സമൂഹനീതിയും വികേന്ദ്രികാസൂത്രണമൊക്കെ എന്തിൻ്റെ ലക്ഷ്യം? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. അതേപോലെ ജനകീയാസൂത്രണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ എന്താണ് 10ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ കാലയളവ് 2002 to 2007 2007 10ാം പഞ്ചവത്സര പദ്ധതി. 10 കഴിഞ്ഞു. പിന്നെ 11 എന്താ പറയുന്നത്? 2007 മുതൽ 2012 വരെയാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് അല്ലേ? അതിൻ്റെ ലക്ഷ്യം എന്താ? ഇൻക്ലൂസീവ് ഗ്രോത്ത് അല്ലേ? എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വേഗതയേറിയതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായുള്ള വളർച്ചയാണ് എന്ത്? 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 2007 മുതൽ 2012 വരെയാണ് അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. പിന്നെ 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 2012 to 2017 വരെയാണ്. ഇന്ത്യയിലെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ നീതി ആയോഗൊക്കെ വന്നല്ലോ അല്ലേ? 2015 നീതി ആയോഗ് വന്നു. അതോടുകൂടി എന്തായി? ഈ പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് സംവിധാനം നിർത്തലാക്കിയിട്ട് നീതി ആയോഗ് എന്നുള്ള സംവിധാനത്തിലേക്ക് കടന്നു അല്ലേ? അപ്പോൾ ഇത്രയാണ് പഞ്ചവത്സര പദ്ധതികൾ എന്നൊക്കെ പറയുന്നത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലെന്താ പറയുന്നത്? ശരിയായ പ്രസ്താവന കണ്ടെത്താൻ തന്നെയാണ്. അതിലേതൊക്കെയാണ് ശരിയായ പ്രസ്താവന? ഏലെന്താ പറയുന്നത്? ദുർഗാപൂർ ഇരുമ്പ് ഉരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദുർഗാപൂർ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. അത് ശരിയാണ് അല്ലേ? നമ്മൾ ഈ കോഡൊക്കെ വെച്ചവർ എങ്ങനെയൊക്കെ കോഡ് വെച്ച് പഠിച്ചതെന്ന് അറിയില്ല. ഇപ്പോൾ ദുർഗാ പൂജ പശ്ചിമ ബംഗാളിലാണ്, അങ്ങനെയൊക്കെ ചിലർ ഓർക്കുന്നവരുണ്ടാവാം. അപ്പോൾ ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. പിന്നെ ബി ശരിയാണോ? ബൊക്കാറോ ഇരുമ്പുരുക്ക് ഉത്തരാഖണ്ഡിലാണോ? അല്ലേ? ബൊക്കാറോ ജാർഖണ്ഡ്, റഷ്യയുടെ സഹായത്തോടു കൂടി അല്ലേ? അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കോഡുകളായിരിക്കും. അപ്പോൾ ഇത് തെറ്റാണ് കേട്ടോ. ബി തെറ്റാണ്. ബി തെറ്റാണെങ്കിൽ ഇതും കട്ട് ചെയ്യാം, ഇതും കട്ട് ചെയ്യാം. പിന്നെന്താ? ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത്. ശരിയാണോ? അല്ലേ? അപ്പോൾ ഇതും തെറ്റാണല്ലേ? സിയും തെറ്റാണ് കേട്ടോ. സി തെറ്റാണ്. സി തെറ്റാൻ കാരണം എന്താണ്? ഭിലായി എവിടെയാണ്? ഭിലായി ഛത്തീസ്ഗഡിലാണ് കേട്ടോ. ഛത്തീസ്ഗഡിലാണ്. റഷ്യയുടെ സഹായത്തോടു കൂടി തന്നെ കേട്ടോ. അതായത് പിന്നെ ഭിലായി ആരുടെ സഹായത്തോടു കൂടിയാണ്? റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. ഛത്തീസ്ഗഡിൽ തന്നെയാണ് കേട്ടോ. പിന്നെന്താ? പിന്നെ ഡി ശരിയാണോ? ഡി ശരിയാണ് കേട്ടോ.
റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ ആരംഭിച്ചു. റുഓജ റൂർക്കേല, ഒഡീഷ, ജർമ്മനി. റുഓജ എന്താണ്? ശരിയാണല്ലേ. അപ്പോൾ ഏതൊക്കെ ശരി? എയും ഡിയും ശരിയാണ്. അപ്പോൾ തെറ്റാവാനുള്ള കാരണം മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? പത്താമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? തെറ്റായ പ്രസ്താവന അല്ലേ. അപ്പോൾ എന്താണ്? നോക്കാം. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20 അത് ശരിയാണോ? ഓഗസ്റ്റ് 20 അല്ല കേട്ടോ, 23 ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്. ഓഗസ്റ്റ് 23 പിന്നെന്താ? ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചതെന്നാണ്? 1970 അല്ല, 1975 1975 എന്ന് വിക്ഷേപിച്ചത്. എന്ത് വിക്ഷേപിച്ചത്? ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19 1975 ഏപ്രിൽ 19 അടുത്ത എന്താ? മംഗൾയാൻ വിക്ഷേപിച്ച് 2012 അല്ല കേട്ടോ, അതും തെറ്റാണ്. അതെന്നാ? 2013 നവംബർ 5 നവംബർ 5 2013 നവംബർ 5 തീയതിയാണ്. 2013 നവംബർ 5 മംഗൾയാൻ വിക്ഷേപിച്ചത്. അപ്പോൾ അടുത്തും കൂടി നോക്കാം. ആദ്യത്തെ L1 വിക്ഷേപണ ദൗത്യം സൂര്യ ഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. അപ്പോൾ ഇത് ശരിയാണോ? ഡി ശരിയാണല്ലേ. അപ്പോൾ ഡി ശരിയാണ്. അപ്പോൾ ഏതൊക്കെ തെറ്റ്? ABC ആണ് തെറ്റ്. സി ആണ് തെറ്റ്. അപ്പോൾ തെറ്റാനുള്ള കാരണം മനസ്സിലായി. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. 1975 ഏപ്രിൽ 19 ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. 2013 നവംബർ 5 മംഗൾയാൻ വിക്ഷേപിച്ചത്. ആദ്യത്തെ L1 എന്ന് പറയുന്നത് സൂര്യ ഗവേഷണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പഠനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതായിരുന്നു. പഠനത്തിന് വേണ്ടിയുള്ള ദൗത്യമായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യനോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊരു 10 ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയാം കേട്ടോ.